തീരുവ ആയുധമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഒരു മാസം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ താൽക്കാലിക ആശ്വാസമായതാണ്. എന്നാൽ വീണ്ടും ട്രംപ് ഇപ്പോൾ പ്രകോപനകരമായി വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതായത് ആഗോള രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളി നൽകുന്ന പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുന്നത്. ഇറാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ നിയമത്തിൽ ആർക്കും ഇളവുകളോ പ്രത്യേക പരിഗണനകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നതാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഇതോടുകൂടി തന്നെ വീണ്ടും തീരുവ ആയുധമാക്കി ഇറാനെ ഒതുക്കാനുള്ള തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. അതോടൊപ്പം തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്തിയതായി തന്നെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ നടപടി തീർത്തും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇറാനെ ഒതുക്കണമെങ്കിൽ അവർക്ക് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളെ ആദ്യം ഒതുക്കണം എന്നതാണ് ഈ മുന്നറിയിപ്പിലൂടെ തന്നെ ട്രംപ് നൽകുന്ന സന്ദേശം. ഇറാനിലേക്ക് സൈനിക ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന ഏതൊരു രാജ്യവും അമേരിക്കയിലേക്ക് വിൽക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തക്ഷണം തന്നെ 50% ടാരിഫ് നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ കടുത്ത നിലപാട് പുറത്തുവരുന്നത്. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി തന്നെ ഇറാൻ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് താൽക്കാലികമായി തന്നെ തുറന്നു കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ താൽക്കാലിക ഉടമ്പടി നിലനിൽക്കുമോ എന്നതാണ് പ്രധാന ചോദ്യമായി തന്നെ ഉയരുന്നത്. നിലവിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ്. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ തുടരുന്ന ചർച്ചകൾ മറ്റൊരു ഇടവേള മാത്രമായി തന്നെ കരുതാൻ സാധിക്കുകയുള്ളൂ.